ഇന്നൊരു സ്പെഷ്യൽ ദാൽ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ദാൽ ഫ്രൈ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച 1 കപ്പ് ദാലാണിത്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. വെള്ളം ഊറ്റി വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സോൾട്ട്, ഒരു 1 കപ്പ് വാട്ടറും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കർ അടച്ച് വേവിക്കാം. കുക്കറിൽ 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇറക്കി വെച്ച കുക്കറാണ്. കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. കറക്റ്റായി വെള്ളമെല്ലാം പറ്റി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒത്തിരി ഒഴിക്കാൻ പാടില്ല. കറക്റ്റ് വെള്ളമാണ്. കണ്ടോ? നമുക്കിത് ഫ്രൈ ചെയ്ത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഗീയും, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കാഞ്ഞമുളക് അതിലേക്ക് ഇടാം. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമുക്ക് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ദാലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമായിരുന്നു. കണ്ടോ? നല്ല ഭംഗിയായിട്ട് കിട്ടി. ഇതാണ് ടേസ്റ്റി ദാൽ ഫ്രൈ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ദാൽ ഫ്രൈ എങ്ങനെയുണ്ട് നോക്കി. ഡെക്കറേഷൻ കൊള്ളാമോ? ഉണ്ടോ? ഞാൻ ക്യാരറ്റും കുക്കുംബറും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണിത്. ഇതാണ് ദാൽ ഫ്രൈ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. സൂപ്പർ ടേസ്റ്റാണ്. ആ ഗീയുടെ ടേസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം പറയാൻ മറക്കല്ലേ. അടുത്ത റെസിപ്പിയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.